ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. യെസ്, സംഭവം ശരിയാണ്. ഡാറ്റ ബേസ്ഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസ് സിലബസിൽ ഇല്ലാത്ത ഒരു സംഭവമാണ്. കഴിഞ്ഞ പ്രാവശ്യവും അതിന്റെ മുന്നത്തെ പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. 8ാം ക്ലാസ്സിലും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ 9ാം ക്ലാസ്സിലും നമുക്ക് വന്നിരിക്കുകയാണ് ഡാറ്റ ബേസ്ഡ് ക്വസ്റ്റ്യൻ. എന്താണ് ഡാറ്റ ബേസ്ഡ്, എങ്ങനെയാണ് ഇത് ആക്ച്വലി വരുന്നത്? നമുക്ക് ഇതുവരെ സിലബസിലൊന്നും ഇല്ലാത്ത ടൈപ്പ് ഓഫ് സിലബസിലൊന്നും ഇല്ലാത്ത, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നോക്കിക്കോ, ഡാറ്റാ ബേസ്ഡ് ക്വസ്റ്റ്യൻ. യെസ്, നോക്കിക്കോ. റെഡി 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 റെഡി. ഇതാ പിടിച്ചോ, നോക്കിക്കോ. ഇത് ഫസ്റ്റ് നമുക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിലുള്ള ക്വസ്റ്റ്യൻ ആണ്. 26 മുതൽ 30 വരെയുള്ള ക്വസ്റ്റ്യൻ വായിക്കുക. അതൊരു ആഡ് ആണ് ന്യൂസ് പേപ്പറിൽ കൊടുത്തിട്ടുള്ള. ഇത് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ആഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഇത് കംപ്ലീറ്റ് ആഡ് വായിച്ചു നോക്കുന്നതിന് പകരം നേരെ നിങ്ങൾക്ക് ഇത് എന്താണ് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കിയ ഇതൊരു ആഡ് ആണ്, അഡ്വർടൈസ്മെന്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. എന്നിട്ട് നേരെ നിങ്ങൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ അഡ്വർടൈസ്മെന്റ് അബൌട്ട്? ഈ അഡ്വർടൈസ്മെന്റ് എന്തിനെ പറ്റിയിട്ടാ? ഇതിലുണ്ട്. ഇതെന്തിനാണ്? ലുക്കിംഗ് ഫോർ എ ക്രിക്കറ്റ് കോച്ച്. ഒരു ക്രിക്കറ്റ് കോച്ചിനെ തെരഞ്ഞുകൊണ്ടുള്ള ഒരു ആഡ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് സിമിലർ കപ്പാസിറ്റീസ് എക്സ്പെക്ട് ഫോർ ദ പോസ്റ്റ്? ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവർ ആവശ്യപ്പെടുന്നത്? ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കി കണ്ടാൽ ഇവിടുത്തെ ഒരു നമ്പർ 12 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് സിമിലർ കപ്പാസിറ്റി. അവർക്ക് 12 വർഷമോ അതിലധികമോ ഉള്ള ആ ഒരു എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ, വിച്ച് ഈസ് ദ വെന്യൂ ഫോർ ദ ഇന്റർവ്യൂ? ആ ഒരു ഇന്റർവ്യൂ നടക്കുന്ന ആ ഒരു വെന്യൂ, സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് നമ്മളെ ഈ ഒരു ആഡ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. യെസ്, നോക്കിക്കോ, എവിടെയാണ്? അറ്റ് മഹാരാജ സ്പോർട്സ് കോംപ്ലക്സ് ബിൽഡിംഗിലാണ് ഈ ഒരു ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നടക്കാൻ പോകുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ ഷുഡ് ബി കോണ്ടാക്ട് ഫോർ ദ ഫർദർ ഇൻഫർമേഷൻ? ബാക്കി ഇൻഫർമേഷനൊക്കെ വേണ്ടിയിട്ട് ആരാണ് കോണ്ടാക്ട് ചെയ്യപ്പെടേണ്ടത്, അതായത് ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടതെന്ന് ഉദ്ദേശം. ഓക്കെ, ഇവിടുത്തെ ആ പേര് കൊടുത്തിട്ടുണ്ട്, അനിരുദ്ധിനെ വിളിക്കാനാണ് പറഞ്ഞുള്ളത്. അപ്പോൾ എല്ലാവരും അനിരുദ്ധിനെ വിളിച്ചാൽ മതി, നമുക്ക് ജോലി കിട്ടും അല്ലെങ്കിൽ അത് കിട്ടും. ഓക്കെ, ഇനി എപ്പോഴാണ്, when is interview scheduled? എപ്പോഴാണ് നമ്മുടെ ഇന്റർവ്യൂ സെറ്റ് ആക്കിയിട്ടുള്ളത്, സ്കെഡ്യൂൾ ചെയ്ത് വെച്ചുള്ളത് എപ്പോഴേക്കാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡേറ്റും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വാക്ക് ഇന്റർവ്യൂ ഓൺ 15th March 2025 ഫ്രം 8 to 12 PM എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് എന്താക്കുന്നത് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. ഡാറ്റ അനാലിസിസ്. അത് മാത്രമല്ല, നിങ്ങൾക്കൊരു പ്രാക്ടീസിന് വേണ്ടി എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യൻ കൂടി നമ്മൾ സെറ്റ് ആക്കുന്നുണ്ട്. സോ ഇതിൻ്റെ ലിങ്ക്, നമ്മൾ ഫ്രീ നോട്ട്സിന് വേണ്ടിയുള്ള ലിങ്ക്, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് താഴെ, അതിൽ ജോയിൻ ചെയ്യുക. ഇത് നിങ്ങളൊന്ന് ചെയ്തു. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. ഇവിടെ എന്താക്കുന്നുണ്ട്, ഒരു ടേബിൾ. എന്തിനാടാ? നോബൽ പ്രൈസ് കിട്ടിയ ഇന്ത്യക്കാരുടെ ആ ഒരു ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തുള്ളത്. ഇതിൻ്റെ ടേബിളാണ് കൊടുത്തുള്ളത്. ആ ടേബിൾ നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുന്നതിന് മുമ്പ് നേരെ എന്താക്കുക, ക്വസ്റ്റ്യൻ വായിക്കുക. എന്നിട്ട് അതിൻ്റെ ആൻസർ എന്താക്കുക, 26, 27, 28, 29ൻ്റെ ആൻസർ, 30ൻ്റെ ആൻസർ ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അടയാളപ്പെടുത്തുക, രേഖപ്പെടുത്തുക. ഡെഫിനറ്റ്ലി 23-ാം തീയതി നിങ്ങൾക്ക് മെഗാ മാരത്തോണുമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. സൈലം ഇവിടെ ഫുൾ സെറ്റാണ്. 23-ന് മെഗാ മാരത്തോൺ ഉണ്ടായിരിക്കും. ഇന്ന് രാത്രിയും നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ലൈവ് സെഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, മിസ് ചെയ്യരുത്. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഇതുപോലത്തെ വേറെയും കുറേ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെന്നൊക്കെ നമുക്ക് മെഗാ മാരത്തോണിൽ ഡിസ്കസ് ചെയ്യാൻ വെച്ചതാണ്. അപ്പോൾ നമുക്ക് എന്താക്കാം, ഡെഫിനറ്റ്ലി ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ മറന്നു പോകരുത്. നമുക്ക് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.